ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് മൈൻഡിനെ നമുക്ക് എങ്ങനെയാ റീറൈറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് അനുബന്ധമായിട്ടുള്ള കുറച്ച് എപ്പിസോഡ്സ് പോലെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും എന്നുള്ളത്. കാരണം നമ്മളെ ലൈഫിൽ നമുക്ക് ഇതുവരെ നമുക്കൊരു ന്യൂ ഇയർ എന്ന് വരുന്ന സമയത്ത് നമുക്കൊരു ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഈ വീഡിയോ നല്ലോണം ഉപകാരപ്രദമാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ വീഡിയോ അതിന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലൈഫിലേക്ക് വരുന്ന കുറേ കാര്യങ്ങൾ ചേഞ്ചസ് ഒക്കെ. അപ്പൊ അതിൽ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നും റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റത്തെ ഞാനൊരു രീതിയിൽ എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ആയിട്ട് ഇടും എന്നുള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വർക്ക് ആവും കേട്ടോ. കാരണം നമ്മുടെ ഉള്ളില് നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യങ്ങളിൽ എപ്പോഴും നമ്മുടെ തോട്ട്സ് പറയാം നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും സാധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പണമില്ലാത്തവനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, ഇങ്ങനെ കുറെ തോട്ട്സുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ മാറ്റി എഴുതാനാണ് ഞാൻ നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടു നോക്കട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിനെ അനുബന്ധിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പവർ ഓഫ് പോസിറ്റീവ് തോട്ട്സ് ആട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യം പവർ ഓഫ് പോസിറ്റീവ് തോട്ട്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഇനി എത്ര നമ്മൾ മൈൻഡിനെ റീറൈറ്റ് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് വേണ്ടുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളെ മനസ്സിലേക്ക് നമ്മൾ എഴുതി നമ്മൾ ഈ ഗോളൊക്കെ അച്ചീവ് ചെയ്യും, നമ്മൾ ഇങ്ങനെ ആയിരിക്കും, ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുപോലെ മാറ്റിയെടുക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു. ആ വീഡിയോ കേട്ടതിന്റെ പേരിൽ പലപ്പോഴും മോട്ടിവേഷൻസ് വീഡിയോസ് കേൾക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മളൊക്കെ ഭയങ്കര ചേഞ്ച് ആവൂലേ, നമ്മുടെയൊക്കെ ചേഞ്ചസ് സംഭവിക്കും. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ കടന്നു വരും. അപ്പൊ നമ്മുടെ ചിന്തകളെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ടിൽ ഇരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റും. ഹൗ ടു ബി 100% പോസിറ്റീവ് എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു 100% പോസിറ്റീവ് ആവാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കണം. ഞാൻ പോസിറ്റീവ് വഴിയിലേ ചിന്തിക്കുള്ളൂ, ഞാൻ പോസിറ്റീവ് വഴിയിലേ പോകുള്ളൂ, എൻ്റെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ, ആ രീതിയിൽ മാത്രമേ ഞാൻ എൻ്റെ ലൈഫിന് പ്രോഗ്രസ് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി വരുള്ളൂ കേട്ടോ. അത് ഈ ഫോളോ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. പക്ഷേ നമ്മളിപ്പോ ഇതൊക്കെ പോയിന്റൊക്കെ വിചാരിച്ചു ഈ രീതിയിലൊക്കെ പോയിട്ടും നമ്മൾ തിങ്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ നമ്മൾ തിങ്ക് ചെയ്യുക എനിക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പോക്കാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ്, ഈ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ഒരിക്കലും വരില്ല, നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. നമ്മൾ തന്നെ എയിം എടുക്കണം എൻ്റെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വരണം എന്നുള്ളത്. ഞാനോ അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ നല്ല നല്ല മോട്ടിവേഷൻസ് പറയുന്ന ആൾക്കാർ ഈ പോസിറ്റിവിറ്റിയെ പറ്റി പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം നിങ്ങളെ ലൈഫിലേക്ക് ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത്. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, ഞാൻ ഒരു കാര്യം പഠിക്കുകയാണ്, എന്തെങ്കിലും കോഴ്സ് പഠിക്കുകയാണ്. ആ കോഴ്സ് ഞാൻ വിജയിക്കും എന്ന് തീരുമാനിച്ചായിരിക്കും ഞാൻ ഇറങ്ങിച്ച, പക്ഷെ ഞാൻ അതിന്റെ ഇടയിലൊക്കെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നെഗറ്റീവ് തോട്ട്സ് വന്നു. ഞാൻ ചിലപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ പൊട്ടി, അതിൽ പാസ്സായില്ല. ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് കണ്ട അതിനെ കൊണ്ട് പറ്റില്ല, പറ്റാത്ത കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ, വെറുതെ പൈസ കൊണ്ടുപോയി കളഞ്ഞു, ഇങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ആ സമയത്തും ഓക്കെ എന്റെ സിറ്റുവേഷൻസ് കാരണം എനിക്ക് പറ്റിയില്ല, പക്ഷെ ഞാൻ ഇത് എഴുതിയെടുക്കും, എന്നെ കൊണ്ട് ഇത് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ, ഞാൻ ഇതൊക്കെ എഴുതിയിട്ട് പുഷ്പം പോലെ പാസ്സായി വരും എന്നൊരു തോട്ടിലാണ് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തതെങ്കിൽ, നിങ്ങൾ ആ ഫീൽഡിനെ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഉണ്ടെന്നാണ്. അങ്ങനെ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിനെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയുന്നത് കേട്ടോ. പോസിറ്റീവ് തോട്ട്സിന് സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു പോയിന്റ് ആട്ടോ യൂസ് അഫർമേഷൻ എന്നുള്ളത്. അഫർമേഷൻ എന്ന് പറഞ്ഞാല് ഒരു തരത്തില് പ്രതിജ്ഞ, നമ്മളോട് തന്നെ പറയുന്ന ഒരു കാര്യം, അത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കും എന്ന രീതിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു മൈൻഡിന്റെ പവറാണ്, അല്ലെങ്കിൽ ഒരു മൈൻഡിന്റെ കളിയാണ്. നമ്മുടെ മൈൻഡിൽ നമ്മളെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരിക്കലും ഒരു എനർജി ഉണ്ടാവില്ല. നമ്മൾ ആ സാധിക്കില്ല എന്നുള്ള തോന്നലല്ലേ നമ്മളത് ചെയ്യുന്നത്, പക്ഷെ നമ്മളത് സാധിക്കും, ഇത് ഞാൻ നേടിയെടുക്കും എന്നുള്ള ഒരു ഉറച്ച ഒരു ദൃഢതയിലാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഫെയിൽ സംഭവിക്കുകയാണെങ്കിലും അത് നമ്മൾ ആദ്യമേ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച പോലെ ആയിരിക്കില്ല. ആ ഫെയിലിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, അഫർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇത് മറികടക്കും, അല്ലെങ്കിൽ ഇതിനെയും എനിക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഒരു അപ്രോച്ച് പോവുക. അപ്പം അഫർമേഷൻ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ പോസിറ്റിവിറ്റി കൂടുതലായിരിക്കും. നിങ്ങളൊരു പോസിറ്റീവ് തോട്ടുള്ള ഒരു പേഴ്സൺ ആവാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി വരുന്നത്. അപ്പൊ നിങ്ങൾ യൂസ് അഫർമേഷൻസ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത് സാധിക്കുക ചെയ്യും. എന്ത് കാര്യമാണെങ്കിലും ഇൻ കേസ് എനിപ്പം പറഞ്ഞ പോലെ ഏതെങ്കിലും ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിലും അതിൽ നിങ്ങൾക്കൊരു
ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കണ്ടെത്താനുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് അഫർമേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവിതത്തിൽ എപ്പോഴും വരുത്തേണ്ട ഒരു കാര്യമാണ്. എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് പറ്റും, ഞാൻ ഇത് മറികടക്കും, അങ്ങനെയുള്ള ചില ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് അതെനിക്ക് കിട്ടി എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു അസുഖം വന്ന് തലവേദന വന്നു, അത് മാറുന്നേ ഇല്ല. ഞാൻ ചിന്തിക്കുന്നു എന്റെ തലവേദന മാറി, ഞാൻ 100 വട്ടം ഇത് തന്നെ ചിന്തിക്കുകയാണ്, ഇത് തന്നെ ഒരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതൊരു മൈൻഡിന്റെ ഒരു പവറാണ്. മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ഒരു അലാറാണ്, നമ്മൾ കൊടുക്കുന്ന ഒരു അലേർട്ടാണ് ആ സംഭവം. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. അഫർമേഷൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് തോട്ട് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉള്ള ഒരു ലൈഫിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഗുഡ് തിങ്സിലേക്കായിരിക്കണം. നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്, അതൊരു കുഞ്ഞു കാര്യമായിക്കോട്ടെ, എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഗുഡ് തിങ്സിലായിരിക്കണം. ചില വ്യക്തികൾ ഉണ്ടാവും നമ്മുടെ ലൈഫിലേക്ക്, ചിലപ്പം നമ്മളിപ്പോ ഒരു മല കയറുന്ന സമയത്ത് ഞാനിപ്പോ കാലുവഴിക്ക് വീഴും, ഇങ്ങനെ ചിന്തിക്കുള്ളൂ. ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് എപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അല്ല, ഞാൻ ഈ മല കയറി ആ മുകളിലെത്തി, അവിടെ നിന്ന് ഞാൻ കാണാൻ പോകുന്ന വിഷ്വൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് കയറാൻ നല്ല രീതിയിൽ പാതയുണ്ട്, എനിക്ക് എന്തോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ആരും ചിന്തിക്കില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ത് ചെറുതായാലും അത് ഗുഡ് തിങ്സ് ആയിരിക്കണം. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതിലായിരിക്കണം. നമ്മൾ പോകുന്ന പാത ചിലപ്പോൾ ഒരു കുന്ന് കയറാന്നുള്ളത് പൊതുവെ ആര് പറയുമ്പോഴും അത് ഒരു കാര്യം വീഴാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിലൊരു ഗുഡ് തിങ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പോകുന്ന വഴികൾ എപ്പോഴും എല്ലാം കല്ലും മുള്ളൊന്നും ഇല്ലാത്ത നല്ല വഴിയാണെന്നുള്ളതും, അല്ലെങ്കിൽ എനിക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച എന്താണെന്നുള്ള ചിന്തയും ആ രീതിയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എന്ത് കാര്യമായാലും, അതിപ്പോ ഞാനിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമായാലും അതിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് എപ്പോഴും റിമൈൻഡ് ചെയ്യുന്ന ഒരു ഗുഡ് തിങ്സിലായിരിക്കണം. ഒരിക്കലും നിങ്ങളൊരു ബാഡ് ആയിട്ടുള്ള ഒരു തോട്ടോ ഒരു ഫോക്കസോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും കടന്നു വന്നുകൊണ്ടേയിരിക്കും. മൂന്നാമത് പറയാൻ, ഡു സംതിങ് നൈസ് ഫോർ സംവൺ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരും കേട്ടോ. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാറില്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന നമ്മൾ കാണുകയാണെങ്കിൽ ദൈവം നമ്മളെ കാണുമെന്നും നമ്മുടെ ലൈഫിലേക്ക് എപ്പോഴും നല്ലതേ വരുള്ളൂ എന്നുള്ളതും. ഇനി ഇൻ കേസ് നമ്മൾ നടന്ന് പുറത്തേ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയോ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പൈസ കൊടുക്കുക, ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കുകയോ ചെയ്താൽ അവർ നമ്മളോട് പറയുന്നൊരു വേർഡില്ലേ, നന്നായി വരുമോളെ, അല്ലെങ്കിൽ എന്നും നല്ലത് മാത്രമേ കുടുംബത്തിന് സംഭവിക്കുള്ളൂ എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ലൈഫിൽ അത് നമുക്ക് എന്ത് തരുന്നത്, പോസിറ്റിവിറ്റി അല്ലേ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും പോസിറ്റിവിറ്റിയേ വരുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ടേ നമ്മളെ ലൈഫിലേക്ക് വരുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്കൊരു അവരുടെ ഒരു ചെറു പുഞ്ചിരിയായിരിക്കും, ഒരു കുഞ്ഞു കുട്ടിയായിരിക്കും, ചിലപ്പോൾ അനുഗ്രഹിക്കാനും പറ്റില്ല. ആ കുട്ടിയെ ഒന്ന് റോഡ് കിടക്കാൻ വേണ്ടി സഹായിച്ചു, ആ കുട്ടി ഒന്ന് ചിരിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്താ, പോസിറ്റീവാണ്. നമ്മളൊരു പോസിറ്റീവ് ഫുൾ നമുക്ക് ചുറ്റും, നമ്മൾ സറൗണ്ടിങ് ചുറ്റും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അത് മസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും, ഇനി നമ്മൾ ഇൻ കേസ് കൈയോട് സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പറയും കൂടെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിലേക്ക് നല്ലത് വരും കേട്ടോ. നമ്മൾ മറ്റുള്ളവർ വിഷമിക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത് ചില ആൾക്കാരുണ്ടാവും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ വ്യക്തിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. ആ വ്യക്തി വളരെ സങ്കടമായിട്ട് ഇരിക്കുന്നതായിരിക്കും. പക്ഷെ ചില വ്യക്തികൾ ഫോക്കസ് ചെയ്യുക അവരുടെ കുറെ കുറ്റങ്ങളിലേക്കായിരിക്കും. എന്നാൽ ചില വ്യക്തികൾ ഒരു 100 കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി ചെയ്ത ഒരു നല്ല കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടാവും. അവിടെയാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുന്നത്. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ഒരുപാട് നെഗറ്റീവ് കാണുന്നതിനേക്കാളേറെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു പോസിറ്റീവ് എങ്കിലും നമ്മുടെ കണ്ണിൽ കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അങ്ങനെ ആയിട്ട് പ്രാക്ടീസ് ആകാൻ വേണ്ടി തയ്യാറെടുക്കുക, അങ്ങനെ ശ്രമിക്കുക കേട്ടോ. ചില സമയം നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫോൾട്ട് തന്നെയായിരിക്കും നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ടാവുക. പക്ഷെ അതിനെ അങ്ങ് എടുത്തു കളഞ്ഞിട്ട് ആ വ്യക്തിയിൽ നിന്നും ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ വിഷമിച്ച് കാണുന്ന സമയത്ത് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം കൂടി എടുക്കുക. ഇത് നമ്മുടെ ലൈഫിലേക്ക് വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്, എനർജിയാണ് തരുന്നത്. ഇപ്പൊ ഈ പറയാൻ പോകുന്ന പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഫോക്കസ് ഓൺ യുവർ പ്രസന്റ് മൂമെന്റ്. നിങ്ങൾ ഇപ്പോഴത്തെ എന്താണോ നിങ്ങൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനത്തെ നാളെ എന്താണെന്നോ ഞാൻ കഴിഞ്ഞു പോയത് എന്താണെന്നോ ചിന്തിക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാല്ലേ. കഴിഞ്ഞു പോയാൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. മനുഷ്യരാണ്, തെറ്റുകൾ ചെയ്യാത്ത ആൾക്കാർ ആരാല്ലതല്ലേ. അപ്പം ആ തെറ്റുകളെയും ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും വരില്ല. നമ്മൾ നെഗറ്റീവിൽ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ പഴയതൊക്കെ ചിന്തിക്കുമ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ചിലപ്പോൾ ചില പാസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പക്ഷെ അതിനെ നമ്മളെ ഭാഗത്ത് പറ്റിയ തെറ്റാണെങ്കിൽ
ചിന്തിക്കുകയാണെങ്കിൽ പോലും അതിന് നമ്മൾ നല്ലൊരു രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി കൂടെ ശ്രമിക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് മൊമെന്റിനെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പം ഇങ്ങനെ ഇരിക്കുന്നതിന് ദൈവത്തിന് നന്ദി, എനിക്ക് തന്ന ഇപ്പം ഈ നിമിഷം തന്ന ആഹാരത്തിന് നന്ദി, ഇപ്പം ഞാൻ ഇരിക്കുന്ന എല്ലാത്തിനും നന്ദി, എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള എല്ലാത്തിനും നന്ദി. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഈ മൊമെന്റിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ എൻ്റെ എല്ലാ ലൈഫിലും ഞാൻ എല്ലാം തരണം ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു തോട്ട്, അതിന് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഉള്ള ലൈഫിനെ, ചില ആൾക്കാർ നാളത്തെ പറ്റി ആലോചിച്ചിട്ട് ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെ ലൈഫിലേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ട്, നാളെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ പറ്റി അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഭാവിയുടെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടാവുക, നമ്മൾ ജോലിയിൽ അതികഠിനമായി വർക്ക് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ നാളത്തെ ഭാവിക്ക് വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു രീതിയിലുള്ള തോട്ട്സിനെയാണ് പറയുന്നത്. ചില ആൾക്കാർ വ്യക്തികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയണ്ടേ, ആ ഒരു സംഭവം അച്ചീവ് ചെയ്യണം, അയ്യോ എനിക്ക് പോണല്ലോ, നമ്മൾ ഇപ്പത്തെ വഴി ക്ലിയർ ആക്കാം, എന്നാൽ അവിടെ എത്തും. അതിനെ ആലോചിച്ച് ബോധേഡാവാ, വറിയാവാ, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ വർക്ക് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടല്ലോ, ഇത് കുറച്ചും കൂടെ മെച്ചൂർഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുക, അതിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ ഞാൻ അവിടെ എത്തുമോ, എനിക്ക് അതാകുമോ, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ, അച്ഛൻ എപ്പോഴും വിഷമിച്ചൊരു കാര്യം എന്ന് പറയാം, 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കണം. അച്ഛൻ പറയുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഗോൾഡും പണവും ഇതൊക്കെ ഉണ്ടാക്കാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം അതൊക്കെ ചെയ്യേണ്ടത് ആലോചിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് വറി അനുഭവിക്കുന്ന കാണാറുണ്ട്. അപ്പൊ ഞാനും എൻ്റെ അമ്മയൊക്കെ ചോദിക്കാറുണ്ട്, എത്രയോ വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതിനെ ഇപ്പോഴേ ചിന്തിക്കണോ എന്നുള്ളത്. അത് നമ്മുടെ ലൈഫിൽ ഒരു ഭയങ്കരമായിട്ട് നമ്മൾക്കൊരു സന്തോഷം തരാതിരിക്കും, ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് കൊണ്ടുവരും കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ മൂമെന്റിൽ നിങ്ങൾ എന്താണോ അത് ചിന്തിക്കുക. അതിപ്പോ നിങ്ങൾ ഡൗൺ ആയിട്ടാണെങ്കിൽ ഇതിനെ കൂടെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടോടുകൂടി ഇരിക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് 5th പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾസ്. നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസിനെ മാത്രം വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളുടെ ചിന്തകളിലേക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ. നിങ്ങൾ ഒരു പോസിറ്റീവ് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള ആൾക്കാരും ഇതേപോലെ നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്ക് പറ്റില്ല. നമ്മളിപ്പോൾ പൊതുവെ പറയാറില്ലേ, ഒഴുക്കുള്ള വെള്ളത്തിൽ നമുക്ക് നീന്താൻ കുറച്ച് പാടായിരിക്കും അല്ലേ. ഒഴുക്ക് കുറഞ്ഞ വെള്ളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് നീന്തി പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മൾ നീന്താൻ വേണ്ടി ശ്രമിക്കുമ്പം നമ്മൾ പലപ്പോഴും ശ്രമിക്കുകയാണെങ്കിൽ പോലും എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്ക് ചുറ്റും ഭയങ്കര അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ്. അപ്പൊ പക്ഷേ നിങ്ങളൊരു നോർമൽ ആയിട്ടുള്ള ഒരു പുഴയിൽ നീന്താൻ പോകണമെങ്കിൽ സ്പീഡിൽ ചിലപ്പോൾ നീന്തി പോകാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾക്ക് ചുറ്റും വളരെ ശാന്തമായിട്ടുള്ള വെള്ളമാണ്. അത് ആ പറയുന്നത് പോലെ നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരാൻ വളരെ പെട്ടെന്ന് സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളും അതിലേക്ക് തന്നെ പോകും കേട്ടോ. പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ, കൂട്ടുകെട്ടാണ് നമ്മളെപ്പോഴും ഇതിലേക്ക് എത്തിക്കുക, തെറ്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമ്മൾ തോട്ടിനെ വരെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരുപാട് ചുറ്റുപാടുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കളയണം എന്നാണോ കുട്ടി പറഞ്ഞു വരുന്നതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ, നമുക്ക് ചുറ്റുമുള്ള ഫ്രണ്ട്സിനെ ഒന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ മൈൻഡ് സെറ്റ് അവർ പറയുന്നത് എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പോസിറ്റീവ് വൈബ് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വേണം കേട്ടോ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വൈബ് പോവും, ആ ഒരു പോസിറ്റിവിറ്റി പോയി തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തണം എന്ന് പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അറിയുന്ന വ്യക്തികളാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് സൂപ്പർ ആണെങ്കിൽ അവൻ പറഞ്ഞോട്ടെ അവിടെ കിടന്നിട്ട്, ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ പോവും എന്ന് ചിന്തിക്കാം. എല്ലാം നിങ്ങൾ കുറച്ച് സ്പേസ് ഇടുക, ഒഴിവാക്കണം ഞാൻ പറയില്ല കേട്ടോ. കുറച്ച് സ്പേസ് ഇടുക, എന്നിട്ട് കുറച്ച് പീപ്പിൾസിനെ നിങ്ങൾക്ക് ചുറ്റും കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിങ്ങൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾക്കറിയാം, ഒരു സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തി എടുത്ത് നോക്കിയാലും ആ വ്യക്തിയുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കും, ആ വ്യക്തിയുടെ ഫാമിലി എപ്പോഴും പോസിറ്റീവായിരിക്കും, അവരുടെ സറൗണ്ടിങ് എപ്പോഴും പോസിറ്റീവായിരിക്കും. അങ്ങനെയുള്ള ഒരു സറൗണ്ടിങ് നിങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റുപാടും അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം ഇതാണ് പോസിറ്റീവ് തോട്ട്സ്. ഒരു പോസിറ്റീവ് പേഴ്സൺ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഉള്ളിലെ തോട്ട്സ് പോസിറ്റീവായിട്ട് എങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൽ പൊതുവെ കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കാം, എന്നാൽ പോലും ഒരു ചെഞ്ചലപ്പ് ഉണ്ടാവുമായിരിക്കും മൈൻഡ്. ചിലപ്പോൾ പോസിറ്റീവിലേക്ക് പോകും, ചിലപ്പോൾ നെഗറ്റീവിലേക്ക് പോകും. ഇനി എന്തെൻ്റെ ലൈഫിൽ വന്നാലും അത് എനിക്ക് ഉള്ള നല്ലതിനാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫിന് മുമ്പിൽ ഒരു ഫെയിലിയറും ഇല്ല കേട്ടോ.
നിങ്ങളുടെ ആ ഫെയിലറും കൂടെ നിങ്ങളുടെ വിജയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. ഈ വർഷം എൻ്റെ ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലെ പോസിറ്റീവ് തോട്ട്സും നിങ്ങളുടെ മൈൻഡ് റീറൈറ്റിംഗും ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്.